നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ അച്ഛൻ അബ്ദുൾ റഹീം സൗദിയിൽ നിന്ന് നാട്ടിലെത്തി. ഉറ്റവരെ മകൻ കൂട്ടത്തോടെ കൊലപ്പെടുത്തിയതിന്റെ തോരാ കണ്ണീരിനും കടബാധ്യതയുടെയും നടുവിലേക്കാണ് 7 വർഷമായി നാടടയാൻ കാത്തിരുന്ന റഹീം വന്നിറങ്ങിയത്. കോവിഡിൽ കച്ചവടം തകർന്നുണ്ടായ കടം വീട്ടിയും യാത്രാവിലക്ക് നീങ്ങിയും സൗദിയിൽ നിന്ന് ഉറ്റവരുടെ അടുത്തേക്ക് ഓടിയെത്താൻ പാടുപെടുകയായിരുന്നു അബ്ദുൾ റഹീം. അബ്ദുൾ റഹീമിനെ തേടി കഴിഞ്ഞ ദിവസം എത്തിയത് ഒരിക്കലും വീട്ടാനാകാത്ത നഷ്ടങ്ങളുടെ വാർത്തയായിരുന്നു. സൗദിയിലെ കടം ബാക്കിയാക്കി കുടുംബത്തിന് മകൻ വരുത്തിവെച്ച ദുരന്തത്തിനും ലക്ഷങ്ങളുടെ ബാധ്യതയ്ക്കും നടുവിലേക്കാണ് രാവിലെ 7:45 റഹീം വിമാനമിറങ്ങിയത്. സാമൂഹ്യ പ്രവർത്തകരുടെ സഹായത്തിൽ യാത്രാവിലക്ക് നീക്കിയാണ് റഹീം നാട്ടിലെത്തിയത്. കൂട്ടാനെത്തിയ ബന്ധുക്കൾക്കും അയൽവാസികൾക്കുമൊപ്പം റഹീം ആദ്യം പോയത് മകന്റെ അടിയേറ്റ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യ ഷമീനയെ കാണാനായിരുന്നു. ഇളയ മകൻ അഫ്സാനെ കുറിച്ചടക്കം ചോദിച്ച ഷമീനയോട് എന്ത് പറയണമെന്നറിയാതെ റഹീം നിന്നു. തനിക്ക് കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതെന്നാണ് ഷമീന റഹീമിനോടും പറഞ്ഞത്. ഇളയ മകൻ അഫ്സാനെ കാണണമെന്നും ഷമീന പറഞ്ഞു. കൊലപാതകങ്ങളെല്ലാം നടത്തിയ അഫാനെയും ഉമ്മ ഷമീന അന്വേഷിച്ചു. വിങ്ങിപ്പൊട്ടിയാണ് ആശുപത്രിയിൽ നിന്നും റഹീം പുറത്തിറങ്ങിയത്. വെഞ്ഞാറമൂട്ടിലെ ആശുപത്രിയിൽ നിന്ന് താഴെ പാങ്ങോട് ജുമാ മസ്ജിദിലെ കബറിടത്തിലെത്തി. കുഞ്ഞുമോൻ അഫ്സാന്റെ കബറിടമായിരുന്നു റഹീം ആദ്യം അന്വേഷിച്ചത്. സ്വന്തം മകന്റെ കൈകളാൽ കൊല്ലപ്പെട്ട അഫ്സാൻ, ഉമ്മ സൽമ ബീവി, സഹോദരന്റെ ഭാര്യ എന്നിവരുടെ കബറിടങ്ങൾ മുന്നിൽ പൊട്ടിക്കരഞ്ഞു. റഹീമിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും കുഴങ്ങി. 7 വർഷങ്ങൾക്ക് ശേഷമാണ് റഹീം നാട്ടിലെത്തിയത്. 2.5 വർഷമായി ഇക്കാമ കാലാവധി തീർന്നെങ്കിലും യാത്രാവിലക്ക് നേരിടുകയായിരുന്നു. ഇപ്പോൾ തിരികെ എത്തുമ്പോൾ കുടുംബം തന്നെ ഇല്ലാതായ അവസ്ഥയായിരിക്കുന്നു. കുഞ്ഞുമോൻ പോയി, ഭാര്യ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ, മൂത്ത മകൻ കൂട്ടക്കൊലക്കേസ് പ്രതി. ഇതിനെല്ലാം കാരണമായ കടബാധ്യത നാട്ടിലും മറുനാട്ടിലും. കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.